ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം യങ്സയുടെ കസിനും അവൻ പഠിച്ച് പാസ്സായതിനു ശേഷം സീനന്റെ കൂടെ സെറ്റ് ആകാന്ന് പറഞ്ഞാണ്. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം പ്രിൻസിപ്പളാണ് PT സാറിനെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. ബാസ്കറ്റ്ബോൾ മത്സരത്തിനകത്ത് എന്തിനാ ഷീലിങ്ങിന്റെ പേര് കൊടുത്തേന്ന്. അപ്പോഴാണ് സാറും അത് അവനായിട്ട് പേര് കൊടുത്തതെന്ന് പറഞ്ഞ് അവൻ കളിക്കുന്നുണ്ട് എന്തോ തെറ്റും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അങ്ങേരും പഠിക്കുന്ന പോയതിന് ഇങ്ങനെ ഡിസ്ട്രാക്ട് ആയാലോന്ന് പറഞ്ഞ് അവനെ പഠിത്തത്തെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി അവന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇങ്ങേര് ആ പേരൊക്കെ വെട്ടിക്കളയാൻ പറയുമ്പോൾ പുറത്തിരുന്ന് യങ്സ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. പക്ഷെ PT സാറും അങ്ങേര് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിൻസിപ്പൾ തന്നെ അത് കീറി കളഞ്ഞിട്ട് ഇനി മേലെ ഷീലിങ്ങിനെ മത്സരത്തിലൊന്നും പങ്കെടുപ്പിക്കില്ലെന്ന് പറയും. അതിനേശം അന്ന് രാത്രി ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ PT സാറും ഷീലിന് ചെലവ് ചെയ്യുമ്പം അവനും ചുമ്മാതിങ്ങനെ ഇയാൾ ചെലവ് ചെയ്യത്തില്ലല്ലോ, വീണ്ടും സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകാൻ പോകണം, അല്ല വല്ല പൈസയുടെ ആവശ്യമുണ്ടോ, ഞാൻ വേണം തന്നെ സഹായിക്കാം എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ സാർ അതൊന്നല്ല പ്രശ്നം, ഇവനോർത്ത് വിഷമിക്കാന്ന് പറയും. കാരണം ഇവന്റെ പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ട് ഇവന്റെ ക്ലാസ് ടീച്ചറും ഇവനെ മത്സരത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇങ്ങേരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനും ദേഷ്യത്തി അവൻ തന്നെ സാറിനോട് സംസാരിക്കാന്ന് പറയുമ്പോൾ PT സാറും ഇങ്ങേരെ കൊണ്ടുപോലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ സമ്മാനിച്ചിരിക്കാൻ പറയും. അതേസമയം അന്ന് രാത്രി ഇവിടെ യങ്സയാണ് ഷീലിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവൾ സാറിന്റെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്ത് ഇവന്റെ പേര് അതിനകത്ത് വീണ്ടും അടിച്ചു വയ്ക്കും. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം ഷീലിങ്ങും അവന് സ്പോർട്സിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് സാറിനെ കാണാൻ വേണ്ടി പുറത്ത് കുറെ സമയമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് യങ്സയും ഇവനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇവൻ എപ്പോഴേ മത്സരത്തിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ് അവളെ ലിസ്റ്റ് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇത് കണ്ട് അവൻ പേടിച്ചിട്ട് ഇത് ഇവൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ഇവന്റെ പേര് എടുത്തു കളഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ അവള് സാറുമാരറിയാതെ ഇവള് ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടറിനകത്ത് ആഡ് ചെയ്തേന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ ഇവൾക്ക് ഇത് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവൻ ഈ സഹായം അതുകൊണ്ട് ഇവൻ ആവശ്യമില്ലെന്ന് പറയും. പക്ഷെ അവളാണ് ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവ സാറിനോട് സംസാരിച്ചൊന്നും അങ്ങേറെ മനസ്സൊന്നും മാറത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനെ ടച്ചായിട്ട് എങ്കിൽ പിന്നെ ഇവള് ചെയ്ത സഹായത്തിന് വലിയ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇവൾക്ക് വേണ്ടി അവൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുമെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൻ തിരിച്ച് സഹായം ചെയ്യാൻ വേണ്ടിയൊന്നല്ല അവൾ ഈ ചെയ്ത ചുമ്മാ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഡ്രീം ഇല്ലാത്ത ഇവളെക്കാളും ഡ്രീമുള്ള ഇവനെ ഹെൽപ്പ് ചെയ്യുന്നത് അവൾക്ക് സന്തോഷമുള്ളെന്ന് പറയും. അതിനുശേഷം ഇവർ സ്പോർട്സ് ടെസ്റ്റിന് ഷീലിംഗ് ചെന്ന് നിൽക്കുമ്പോൾ PT സാറാണ് ഇവന്റെ പേര് എങ്ങനെ ഇവിടെ ഒന്നെന്ന് പറഞ്ഞ് സാർ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും പേരുണ്ടെങ്കിൽ എനിക്ക് ടെസ്റ്റ് പങ്കെടുക്കല്ലോ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ സാർ അത് ശരിയാന്ന് പറഞ്ഞിട്ട് അങ്ങേർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് അവിടേക്ക് ഒന്ന് യങ്സയും ഇവ മത്സരത്തിൽ പങ്കെടുക്കുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ക്ലാസ് ടീച്ചറാണ് ഇവൻ എന്ത് ഇവിടെ ചെയ്തെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അവനെ തടയാൻ വേണ്ടി വരും. അങ്ങനെ അതോടെ യങ്സയാണ് സാറിന് ചെന്ന് മനപ്പൂർവ്വം ഇടിച്ചിട്ട് അവളുടെ കാലും എടുക്കുമെന്ന് പറഞ്ഞ് ആക്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സാറും ഇവള് തന്നെ വന്ന് ഇടിച്ചിട്ട് ഇവളുടെ കാലം എങ്ങനെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൾ പെടുന്ന കരഞ്ഞോണ്ട് എന്റെ കൈയും കാലൊക്കെ വേദനെടുക്കുന്ന സാറേന്ന് പറഞ്ഞ് സാറിന് പോകാൻ സമ്മതിക്കാതെ അവൾ അവിടെ നാടകം കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ ഷീലിംഗ് ആ ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്ത ഉടനെ പെട്ടെന്ന് ഇവൾ ഒന്നും സംഭവിക്കാത്ത പോലെ എനിക്കിപ്പോ ലോക്ക് സാർ എന്ന് പറഞ്ഞ് നൈസിന് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ മത്സരത്തിൽ വിജയിച്ചത് ഷീലിംഗ് ആണ്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ സാറും PT സാറിനോട് ഇവന്റെ പേരെന്തിനെ വീണ്ടും ആഡ് ചെയ്തെന്ന് പറഞ്ഞ് സാറോട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ PT സാറും സാറല്ലേ അപ്പൊ ഈ ലിസ്റ്റിനകത്ത് പേര് ആഡ് ചെയ്തെന്ന് പറഞ്ഞ് അയാൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളും എല്ലാവരും കൂട്ടുകെട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് കണ്ടെത്താൻ വേണ്ടി പോകും. അതിനുശേഷം ഇത് യങ്സിയ ചെയ്തെന്ന് മനസ്സിലാക്കി അപ്പൊ തന്നെ ക്ലാസ്സിലേക്ക് വന്നിട്ട് അവളെ വന്ന് പൊക്കും. അപ്പോഴാണ് പെട്ടെന്ന് ജീഷയും സ്റ്റുഡൻസ് തെറ്റ് ചെയ്ത യൂണിയൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവൻ ആ കാര്യം ഏറ്റെടുത്തോളം പറയുമ്പോൾ പെട്ടെന്ന് സാറും ഇത് ചെറിയ കാര്യമൊന്നുമില്ല, ഇത് കുറച്ച് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവനെ വെറുതെ ഇരിക്കാൻ പറയും. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോയ ഉടനെ ഇവിടെ ശീലിയും കാര്യം അറിഞ്ഞ് പേടിച്ചിട്ട് അവൻ ഇപ്പൊ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് സാറിനോട് പറഞ്ഞ പ്രശ്നമൊക്കെ തീരത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ജീഷയും ഇവൻ അങ്ങനെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയാണോ അവൾ ഇത്ര റിസ്ക് ഒക്കെ എടുത്തെന്ന് പറഞ്ഞ് അവന് തിരിച്ച് ചോദിക്കുമ്പോൾ ഷീലിംഗ് ടെൻഷനായിട്ട് എങ്കിൽ പിന്നെ യങ്സയുടെ കാര്യത്തിൽ നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ നോക്കി വെറുതെ നിൽക്കാനോ എന്നിട്ട് അവനും സാറിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് അവളുടെ കസിൻ ഓടിയെത്തിയിട്ട് പ്രിൻസിപ്പൾ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമെടുത്തെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് ഇവന്മാരൊക്കെ പേടിച്ചു പോകുമ്പോൾ ഷീലിംഗും എങ്കിൽ പിന്നെ സാറിനോട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൾക്ക് വേറെ എന്തെങ്കിലും പനിഷ്മെന്റ് കൊടുക്കത്തുള്ളൂ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാനൊക്കെ നോക്കും. അപ്പോഴാണ് ജീഷയും അവന്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മളെല്ലാവരും കൂടെ ഒരു പെറ്റീഷൻ എടുത്ത് അവൾ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൻ എല്ലാവരും സഹായം ചെന്ന് ആവശ്യപ്പെടാൻ പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവന്മാരൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അവിടേക്ക് വരുന്ന ഷീയും എങ്കിൽ പിന്നെ സ്റ്റുഡൻസിന്റെ മാത്രമല്ല നമുക്ക് ടീച്ചേഴ്സിന്റെ സഹായം ആവശ്യപ്പെടാൻ പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ യങ്സയ്ക്ക് വേണ്ടി ഒരു പെറ്റീഷൻ എഴുതാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരുടെ അടുത്തും ചെന്ന് സൈൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാ. അതിനുശേഷം ഇവരെഴുതി വെച്ച പെറ്റീഷനായിട്ട് നേരെ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ചെല്ലും. അതിനുശേഷം ഇവിടെ പുറത്ത് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇവരിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളൊന്നും സംഭവിക്കാത്ത പോലെ അവൾക്കൊരു പേടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഷീലിംഗും എങ്കിൽ പിന്നെ ഇവളെ കരയുന്നൊന്ന് കാണാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് അവൻ ചുമ്മാ കളിയാക്കുമ്പോൾ അവൾ ഇതൊക്കെ ചെയ്ത് ഇവന് വേണ്ടിയല്ലെന്ന് പറഞ്ഞ് മനസാക്ഷി ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവരെല്ലാരും കൂടെ യങ്സയോട് പറയുന്നത് ഇവര് കുറെ പെറ്റീഷനൊക്കെ എഴുതി കൊണ്ടുപോയതുകൊണ്ട് ഇനി വരാമെന്ന പരീക്ഷയ്ക്ക് ഇവളെ ടോപ്പ് 50 വരുവാണ് ഇവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവള് സന്തോഷിത്തി എങ്കിൽ പിന്നെ താങ്ക്സ് എന്ന് അവളിങ്ങനെ പറയുമ്പോ തന്നെ ടോപ്പ് 50യോ, അതിനർത്ഥം നമ്മുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആദ്യത്തെ 50 പേര് ഞാൻ നല്ല മാർക്ക് വാങ്ങിക്കണം, ഇതിനും ബന്ധം ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തു വന്നേ എന്നിന് ഇവളിങ്ങനെ വിശ്വാസമില്ലാതെ പറയുമ്പോൾ അപ്പൊ തന്നെ ജീഷയും ഇവളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറയും. അപ്പോഴാണ് ഷീലിംഗും ആകെ ഈ ഒരു ചാൻസേ ഉള്ളു, അതുകൊണ്ട് ചുമ്മാ തമാശ കാണിക്കാതെ ഇവളെ നല്ലോണം പഠിക്കാൻ പറയും. പക്ഷെ അവൾക്കാണ് ഇവിടെ ഒട്ടും തന്നെ വിശ്വാസമില്ല. അങ്ങനെ അന്ന് രാത്രി
ഷീലിംഗ് അവിടെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യങ്സെ അവനെ കാണാൻ വേണ്ടി അവിടെ ചെല്ലും. അതിനേശ് അവളാണ് അവനോട് ഒരേഷ് ഇവന്റെ വീട്ടുകാര് ഇവന് വീണ്ടും മത്സരം കളിക്കുന്നതിനും തടഞ്ഞു നിർത്തിയ ഇവനിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ വേസ്റ്റ് ആകത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണ് അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന നമ്മൾ അവസാനം വരെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇഷ്ടപ്പെട്ട ബാസ്കറ്റ് ബോൾ ഒരേഷ് ഫ്യൂച്ചർ കളിക്കാൻ പറ്റത്തില്ലെങ്കിലും അവൻ പരമാവധി ട്രൈ എങ്കിലും ചെയ്തു നോക്കുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ പ്രായം വീണ്ടും വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും പഠിച്ചു നോക്കുന്നത് ഒരു തെറ്റില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ നിന്റെ ബെസ്റ്റ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞ് അവൻ അവളെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇവൾക്ക് ചെറിയ മോട്ടിവേഷനൊക്കെ വന്ന് അവളുടെ ബെസ്റ്റ് കൊടുത്ത് പഠിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം തൊട്ട് അവള് കട്ടക്കിരുന്ന് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് കണ്ട് ജീഷയും ഇവളെ കൂടെ ചേർന്ന് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഇവൾക്ക് ഫ്രീ സമയം കിട്ടുമ്പോഴൊക്കെ മുമ്പത്തെ പോലെ ചുമ്മാ ചുറ്റിക്കറങ്ങാതെ അവൾ എപ്പോൾ നോക്കിയാലും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടെ അവളെ സപ്പോർട്ട് ചെയ്ത് അവൾക്കൊപ്പം തന്നെ കാണും. അതിനുശേഷം ഒരു ദിവസം ജീഷ ഇവൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അവൻ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പുറത്തേക്ക് വരുമ്പം ഷീലിങ്ങിനോട് അവൾ കുറച്ചുപോലെ ഇമ്പ്രൂവ് ആയില്ലെന്ന് അറിയും. അപ്പോഴാണ് ഇത് കേട്ട് ഷീലിങ്ങും എല്ലാവരും ഇവനെ പോലെ ബുദ്ധിയാണെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ സമയം എടുക്കുമെന്ന് അവ യങ്സയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് ജീഷയും അവളെ കൊണ്ട് പറ്റുന്ന അവനറിയാന്ന് പറഞ്ഞിട്ട് ഇവനെ സമാനപ്പെടുത്തിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ഷീയാണ് യങ്സയെ കാണാൻ വേണ്ടി വരുമ്പം അവൾ വിഷമിച്ച് എത്ര പഠിച്ചാലും ഇവളുടെ തലയൊന്നും കയറുന്നില്ലെന്ന് പറയും. അങ്ങനെ കുറെ പ്രാവശ്യം പഠിച്ചു നോക്കിയത് എല്ലാ കാര്യം ഇവൾ ടെൻഷൻ കാരണം മറന്നുപോകുന്നറിഞ്ഞ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഷീയാണ് ഇവൾക്ക് നല്ല മെമ്മറിയാന്ന് പറഞ്ഞ് ഇവള് ചുമ്മാ ആലോചിച്ച് പേടിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ മറന്നുപോകുന്നതെന്ന് പറഞ്ഞ് ഇവളെ സമാനത്തി നല്ലോണം ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഷീലിംഗ് യങ്സയുടെ പുറകെ വന്നിട്ട് ഇവളെ കൊണ്ട് പഠിക്കാനൊക്കെ പറ്റും, ടോപ്പ് 50 ഒക്കെ ഇവൾ അടിച്ച് തകർക്കും പറയും. അപ്പോഴാണ് അവളാണ് പേടിച്ചിട്ട് എങ്കിൽ പിന്നെ ടോപ്പ് 50 വന്നില്ല ഇവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനും ഇവള് തോറ്റ എന്ത് ജയിച്ചതെന്ന് പറഞ്ഞ് ഇതൊക്കെ ആലോചിച്ച് പേടിക്കുന്ന ഒരാളാണോ ഇവളും ചോദിക്കും. ഒരേ ഷിന്നി ഇവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുവാണ് ഇവളുടെ കൂടെ തന്നെ അവന് സ്കൂളിൽ നിന്ന് ഇറങ്ങിയരാന്ന് പറയും. അതുകൊണ്ട് നിന്നെ കൊണ്ട് പഠിക്കുന്ന അത്ര മാത്രം നീ പഠിച്ചാൽ മതി പറഞ്ഞ് അവനിപ്പം പറയുമ്പം ഇത് കേട്ട് അവളെ ആശ്വാസത്തി ഇവനും സത്യത്തി സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിയരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പോകുന്നതിന് മുമ്പ് ഇതോടെ നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നില്ല, ഇപ്പൊ പഠിക്കുന്നതൊക്കെ നമുക്ക് യൂസ് ആകും, അതുകൊണ്ട് ഇത് തോറ്റെന്ന് പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഇവളെ നോക്കി ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ ഇവിടെ യങ്സയ്ക്ക് മൊത്തത്തിൽ ധൈര്യമായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരെ പരീക്ഷ റിസൾട്ട് വരുമ്പം വീട്ടിൽ വെച്ച് യങ്സയാണ് വിഷമിച്ചു വന്നിട്ട് അവളുടെ അച്ഛനമ്മയും കൂടെ അവളുടെ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും. അപ്പോഴാണ് ഷീയും അവൾ ആകെ 5 റാങ്കിൽ കൂടിയോളെന്ന് അറിഞ്ഞ് അവളെ കൊണ്ട് ടോപ്പ് 50 വരെ എത്താൻ പറ്റില്ലെന്ന് അറിയും. അങ്ങനെ ഇത് കേട്ട് അവർ രണ്ടുപേരും കൂടെ ഇവൾ അത്രയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ട് ഇത്രയൊക്കെ വന്നോളെന്ന് പറഞ്ഞ് അവർക്കും ചെറിയ വിഷമമൊക്കെ കാണും. പക്ഷെ അതിനേക്കാളും നല്ല സങ്കടത്തില യങ്സ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് ഇവളുടെ അച്ഛനമ്മയും കൂടെ യങ്സയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ വേണ്ടി ഇവളുടെ അച്ഛനെ സ്കൂളിൽ ചെന്ന് സംസാരിച്ച് നോക്കാൻ വേണ്ടി തീരുമാനിക്കും. കാരണം ഇനി ആകെ ഒരു വഴിയേ കാണത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് നമ്മളെ ക്ലാസ് ടീച്ചറിനെ കണ്ട് യങ്സയെ സ്കൂളിൽ നിന്ന് പുറത്താക്കല്ലെന്ന് പറഞ്ഞ് അവൾ അടുത്ത പ്രാവശ്യം നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിക്കുമെന്ന് പറയും. അപ്പോഴാണ് ഇവളിങ്ങനെ സാറിനോട് ഗഞ്ചിക്കൊണ്ടിരിക്കുന്ന പുറത്തിരുന്ന് യങ്സയും കണ്ടിട്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അതിനേശ് ഇവിടെ സാറും അവൾ ഈ ഇടയ്ക്കായിട്ട് നല്ലോണം പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് തന്നെ വാങ്ങിക്കുമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ അച്ഛനാണ് എങ്കിൽ പിന്നെ ടോപ്പ് 50 വാങ്ങിക്കാത്തോണ്ട് അവൾ സ്കൂളിൽ നിന്ന് പുറത്താക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് കേട്ട് സാറ് ഷോക്കായിട്ട് അതിന് ഞാൻ എപ്പോഴാ പറഞ്ഞ അവൾ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പോവാന്ന്, ഇതൊക്കെ ആര് പറഞ്ഞുണ്ടാക്കിയതാ, എന്തായാലും ഇത് കൊള്ളാം, ടോപ്പ് 50 വരെ വന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന്. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പേടി അവരുടെ ഫ്രണ്ടി നമ്മളൊന്ന് കാണിച്ചെടുത്ത അവരപ്പം നല്ലോണം പഠിക്കുന്നല്ലേ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും അടുത്ത പ്രാവശ്യം അവള് ടോപ്പ് 30 വരാൻ പറ, അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് പുറത്താകത്തില്ലെന്ന് നിങ്ങളൊന്ന് തള്ളിയേക്ക്, എന്നാലെങ്കിലും അവൾ നല്ലോണം പഠിക്കട്ടെ എന്നിട്ട് സാറ് അഡ്വൈസ് ഒക്കെ കൊടുക്കും. കാരണം സത്യത്തിൽ സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഈ സത്യം എന്നറിയാതെ ഇവിടെ യങ്സയും അവള് പരീക്ഷയ്ക്ക് തോറ്റുപോയി അതുകൊണ്ട് ഇനി സ്കൂളിൽ നിന്ന് പുറത്തു പോകാന്നറിഞ്ഞ് ഇവള് തന്നെ ഇപ്പം ഇവിടെ നിന്ന് പോകുകയെന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് ജീഷയാണ് തടഞ്ഞു നിർത്തിയിട്ട് ഇവള് ദേഷ്യപ്പെടാതെ ഇവിടെ ഇരിക്കാൻ പറയുമ്പോൾ അവളാണ് ഇവളുടെ അച്ഛൻ കെഞ്ചെന്ന് കണ്ട് സഹിക്കാൻ വയ്യെന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പുറത്തത് ഷീലിംഗ് ആണ് ജീഷ തടഞ്ഞു നിർത്തി എന്തോ സംഭവം ചോദിക്കുമ്പോൾ അവന് ഷീലിങ്ങിനോട് അവൾ വിഷമിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകാന്നറിഞ്ഞ് ഇവൻ ഒറ്റയ്ക്ക് ചെന്ന് സമാനപ്പെടുത്താൻ പറയും. അപ്പോഴാണ് ഷീലിങ്ങും അതും ഇവൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ജീഷയാണ് ഇവൻ വന്നാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഷീലിങ്ങിന് വേണ്ടി വിട്ടുകൊടുക്കും. അതിനേശം ഒരു സങ്കടത്തോടെ ഇവ ഷീലിംഗ് സന്തോഷമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതിനേശം പുറത്ത് വെച്ച് ഇവിടെ ഷീലിങ്ങും ഇവളെന്ത് കോപ്രായ കാണിക്കുമെന്ന് പറഞ്ഞ് തിരിച്ച് ക്ലാസ് വരാൻ പറയുമ്പോൾ അവൾ എത്ര പഠിച്ചിട്ടും ഇവളെ കൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവളെ കുറെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും മാർക്കിലൊന്നും കാര്യമില്ല ഇവളെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ സമാനപ്പെടുത്താൻ നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഇവളുടെ സാറാണ് ഇവൾ ഈ തവണ നല്ലോണം പഠിച്ചോണ്ട് ഇവൾക്ക് ഒരു ചാൻസും കൂടെ തരാൻ പോകുന്ന പറയും. അങ്ങനെ അത് കേട്ട് ഇവിടെ യങ്സെ സന്തോഷിച്ചിരിക്കുമ്പോൾ മുകളിൽ നിന്ന് സാറും അടുത്ത പരീക്ഷയ്ക്ക് ടോപ്പ് 30 വന്നില്ല ഇവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവൾ അപ്പം തന്നെ കരഞ്ഞോണ്ട് ടോപ്പ് 50 തന്നെ വരാൻ പറ്റുന്നില്ല, ഇനി ഞാൻ എവിടെ സാറേ 30 വരാൻ പോകുന്നെന്ന് പറഞ്ഞ് അവൾ പറയുമ്പോൾ തന്നെ അടുത്തെറിഞ്ഞ ഷീലിങ്ങും ഇവളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് സാറിനോട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറയുമ്പോൾ ഇവള് ഞാനൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പേടിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനേശി വീട്ടിൽ വെച്ച് യങ്സയാണ് അവളുടെ അച്ഛനോട് നിങ്ങൾ സാറിനോട് കെഞ്ചിയതുണ്ട വീണ്ടും ഈ ചാൻസ് എന്ന് പറഞ്ഞ് അവൾ അച്ഛനോട് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ഇത് കേട്ട് അവളുടെ അച്ഛനാണ് എങ്കിൽ പിന്നെ ഇവൾക്ക് വേണ്ടിയല്ലോ ചെയ്തെന്ന് പറഞ്ഞ് ഷീയെ പോലെ നല്ലോണം പഠിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ അങ്ങേർക്ക് വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് യങ്സയും അവളെ കൊണ്ട് പഠിച്ചാലും അത്ര മാർക്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരുന്ന് ഷീയാണ് ആദ്യം കുറച്ച് പാടായിരിക്കും പിന്നെ ഇവളെ കൊണ്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും
പറ്റുമെന്ന് പറയും. പക്ഷെ അത് കാരണം തന്നെ ഇവിടെ യങ്സെ അവളുടെ അച്ഛനും തമ്മിൽ വഴക്കായി അവള് റൂമിലേക്ക് അങ്ങ് ചെല്ലും. അപ്പോഴാണ് അന്ന് രാത്രി ഇവളെ കടന്നുറങ്ങുന്ന മുമ്പേ തന്നെ ഷീലിംഗ് അവളുടെ വീടിന്റെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവനും ദേഷ്യത്തി ഇവളൊരു തോൽവിയാന്ന് അവൻ വിചാരിച്ചാൽ നോക്കില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഒരേ ഇവളുടെ കൂടെ സ്കൂളിൽ നിന്ന് പുറത്താകുന്ന പേടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇവളങ്ങനെ ഫോഴ്സ് ചെയ്യത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാൻ പറയുമ്പം അത് കേട്ട് അവൻ അതോർത്തൊന്നും പേടിയില്ലെന്ന് പറയും. പക്ഷെ പേടി ഇവൾക്കാന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവള് പിന്മാറണം ചോദിച്ചിട്ട് ഒരു 5 റാങ്ക് കൂടിയെന്നതും വലിയ കാര്യമാണെന്ന് പറയും. അങ്ങനെ അവനും ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷന് പാസ്സായില്ലെങ്കിലും അവൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവൻ അതുകൊണ്ട് തന്നെ അതിനോർത്തൊരു സങ്കടമില്ലെന്ന് പറയും. പക്ഷെ ഇവൾ അങ്ങനെയല്ല, ഇവളൊരു പേടിത്തൊണ്ടിയാന്ന് പറയുമ്പം അത് കേട്ട് അവളും ദേഷ്യത്തി അവനോട് മിണ്ടാതെ അവിടെ നിന്ന് പോകും. ഇതേസമയം ക്ലാസ്സിൽ വെച്ച് ഇവിടെ ജീഷയും വീട്ടിൽ പോകാതെ യങ്സിക്ക് പഠിക്കാനുള്ള സിമ്പിൾ ട്രിക്സ് ഒക്കെ അവനൊരു നോട്ട്സ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ റൂമിൽ വെച്ച് ഷീയും യങ്സയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ അച്ഛനമ്മ ഇതുവരെ ജയിലിൽ ചെന്ന് കാണാൻ പോകാത്തത് അവരോർത്ത് ഇവള് നാണം കെട്ടിട്ടൊന്നല്ല, ഇവൾക്ക് അവരെ ഫേസ് ചെയ്യാൻ ഒരു ചെറിയ പേടിയുണ്ടെന്ന് അറിയും. കാരണം ഇവളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചവരാണ് അവരെന്റെയും കൂടെ. പക്ഷെ അവര് ജയിലിൽ വെച്ച് കാണുമ്പോൾ അവർക്ക് അത് നല്ല വിഷമായിരിക്കും എന്നറിഞ്ഞ് അവൾ അതുകൊണ്ട് തന്നെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവളുടെ മാർക്ക് ലിസ്റ്റ് മാത്രം എപ്പോഴും അയച്ചു കൊടുക്കുന്നതെന്ന് അറിയും. അങ്ങനെ പേരൻസിന് വേണ്ടിയെങ്കിലും ഇവളെ നല്ലോണം പഠിച്ച് അവരുടെ സന്തോഷത്തിൽ ഫ്യൂച്ചർ ജീവിക്കുമെന്ന് അറിയുമ്പം ഇത് കേട്ട് യങ്സയും എങ്കിൽ പിന്നെ ഇവളെ പോലൊന്നും അവൾക്ക് ടാലന്റ് ഇല്ലെന്ന് അറിയും. അപ്പോഴാണ് ഷീയും അങ്ങനെയൊന്നല്ല, എല്ലാവരും കൊണ്ടും പറ്റുമെന്ന് പറഞ്ഞിട്ട് ആദ്യം പഠിക്കുന്ന ബോറാണെങ്കിലും ഇവള് പഠിച്ച ഇവളെ കൊണ്ട് വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഉടനെ യങ്സയും വീണ്ടും മോട്ടിവേറ്റ് ആയി അവൾ അടുത്ത ദിവസം തൊട്ട് കട്ടയ്ക്ക് പഠിക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് വീട്ടിന്റെ പുറത്താണ് ഇപ്പോഴും ഷീലിംഗ് വെയിറ്റ് ചെയ്യുന്നിട്ട് അവൾ ആ ജനൽ പറഞ്ഞിട്ട് നീ ആടെ പേടിത്തൊണ്ട, എനിക്ക് നല്ലോണം പഠിക്കാനൊക്കെ അറിയാം എന്നിട്ട് അവൾ അവിടെ നിന്ന് പറയുമ്പോൾ അവന് സന്തോഷത്തിൽ ഇവളെ നോക്കി ചിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് ഇവളുടെ അച്ഛനമ്മയും കൂടെ ഇവൾക്ക് ഓൾ ദി ബെസ്റ്റ് പറയുന്നത്. അതിനുശേഷം ഓരോ ദിവസവും ടീച്ചേഴ്സിന്റെയും ഇവരുടെയൊക്കെ സഹായത്തോടെ അവൾ വീട് കട്ടയ്ക്ക് ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവർ ഫൈനൽ എക്സാം വരുമ്പോഴാണ് യങ്സയുടെ അച്ഛനാണ് ഷീ ഫൈനൽ എക്സാം എഴുതാൻ വേറെ സ്ഥലത്ത് പോയതുകൊണ്ട് അവളുടെ അമ്മ കൂട്ടിന് പോയേക്കെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ഇവളെ റിലാക്സ് ആക്കാൻ വേണ്ടി പുറത്തേക്ക് റൈഡിന് വിളിച്ചുകൊണ്ടുപോകും. അപ്പോഴാണ് ഇവളുടെ അച്ഛനും ഇതിനുമ്പ് നടന്നതിനൊക്കെ സോറി പറഞ്ഞിട്ട് ഇവളെ കൊണ്ട് നല്ലോണം പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറയും. അതിനുശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ട മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവള് പറഞ്ഞും തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് വഴക്കുണ്ടാക്കിയതിനൊക്കെ അവളിപ്പോ സോറി പറയും. കണ്ടു സാറിനോട് കെഞ്ചുകൊണ്ട് എനിക്ക് അച്ഛനോർത്തൊന്നും നാണക്കേടില്ലെന്ന് പറഞ്ഞ് ഇവളോട് ദേഷ്യമൊക്കെ കാണിച്ചെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനാണ് അതൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞ് ഇവളെ കുറിച്ച് അച്ഛനെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയും. അതിനുശേഷം ഇവളുടെ ക്ലാസ് ടീച്ചറും ചുമ്മാ ഇവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് അല്ലാതെ ഇവള് ടോപ്പ് 30 വന്നില്ലെങ്കിലും ഇവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും അത് അവൾക്ക് അറിയാന്ന് പറഞ്ഞിട്ട് അവൾ എന്നാലും ചുമ്മാ പഠിച്ചാന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവളുടെ അച്ഛനും ഇവൾക്ക് നല്ല മാർക്ക് കിട്ടില്ലെങ്കിലും ഇവള് പഠിച്ചു തന്നെ അവർക്ക് സന്തോഷമായെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവരും കോളേജിന് പോകാനുള്ള എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി പോകും. അങ്ങനെ സാറുമാരും ടീച്ചർമാരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്കും. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ അന്നത്തെ ദിവസം യങ്സ അവളുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഇന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ അതേസമയം പുറത്ത് ഇവളെ കുറിച്ച് ആലോചിച്ച് ജീഷ അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ആയിട്ട് അവിടെ നിൽക്കും. അങ്ങനെ അവൻ സാധാരണ മധുരമുള്ളതൊന്നും കഴിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഇവളെ കുറിച്ചുള്ള ഓർമ്മയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം അവൻ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ കഴിച്ച് അവൻ അവളെ കുറെ മിസ് ചെയ്യും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവളുടെ അച്ഛനമ്മയും കൂടെ വീടിന്റെ പുറത്ത് ആരോ ഇവൾ കുറെ സ്വീറ്റ്സ് ഒക്കെ വച്ചിട്ടോ എന്ന് പറയുമ്പോൾ അവളുടെ അമ്മയാണ് എങ്കിൽ പിന്നെ എല്ലാം പോയിസൺ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനെ വഴക്കുറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അതിനെ ശിവ രണ്ടുപേരും കൂടെ അത് ആരെ അയച്ചെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് ജീഷയും ഈ മധുരവും ഇവളെ പോലെ തന്നെ നല്ല സ്വീറ്റാന്ന് എഴുതി വെച്ചേക്കും. അങ്ങനെ അതോടെ അവൾ അപ്പം തന്നെ അവൻ പുറത്തുണ്ടോ ചെന്ന് നോക്കുമ്പോൾ അവൻ അവിടെ കാണത്തില്ല. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ എക്സാം എല്ലാം കഴിഞ്ഞുകൊണ്ട് യങ്സയുടെ കസിനും സീനിയറിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവളുടെ കോളേജിലേക്ക് ചെല്ലും. അങ്ങനെ യുവമാരായിട്ടൊക്കെ അവിടെ ചെന്ന് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ജീഷയാണ് ഇതേപോലെ പെട്ടെന്ന് യങ്സയെ ചെന്ന് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഷീലിങ്ങും അവന്റെ അച്ഛൻ അവനെ അമേരിക്കയിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ പോകാന്ന് പറയും. അങ്ങനെ അവസാനം അവരിപ്പോഴാണ് ഇവൻ ബാസ്കറ്റ്ബോൾ തന്നെ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ ഇതിനു വേണ്ടി അമേരിക്ക പോകണമെന്ന് അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കും. അതേസമയം ഇവിടെ എൻഹയും ആ സീനിയറിനെ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ ഇത് കണ്ട് ഷീലിങ്ങും ഇതേപോലെ യങ്സയെ പ്രൊപ്പോസ് ചെയ്തിട്ട് ഇവൻ അച്ഛൻ പറഞ്ഞിട്ട് അമേരിക്കയിൽ പോയ പിന്നെ അത് സെൽഫിഷ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറയുമ്പം ഇത് കേട്ട് ജീഷയും അവൻ അടുത്തിരുന്ന് സമ്മാനപ്പെടുത്തും. ഇതേസമയം യങ്സിയാണ് വീട്ടിലിരുന്ന് പഴയ ബുക്സ് ഒക്കെ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കാര്യം ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവള് ഷീയായിട്ട് വഴക്കുണ്ടായി കാണും. അപ്പോഴാണ് അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഷീലിംഗ് അടുത്തേക്ക് വന്ന് ഇവളെന്തിനാ ഇപ്പൊ ഇവിടെ നിന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും ഷീ അവളുടെ ബുക്ക് കീറി നിറഞ്ഞ് അവൾ ഇവനോട് ആ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഷീലിങ്ങും ഇവൾ എന്ത് കാരണം കരയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അടുത്തേക്ക് വന്ന് ഇവൾക്ക് സ്റ്റേജിൽ ചെന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് പുറകെ നിൽക്കുന്നതും വലിയ മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ അവൻ സമ്മാനപ്പെടുത്തി ആലോചിച്ച് ഇവളും
അന്ന് ഇവൾ കരഞ്ഞപ്പോ സമാനപ്പെടുത്തിയ ഷീലിംഗ് ആയിരുന്നെന്ന് പറഞ്ഞ് ഇവളാക്കാര് ഷീയോടൊക്കെ പറയും. അപ്പോഴാണ് ഇതേട് ഷീയും എങ്കിൽ പിന്നെ അന്ന് എന്തിനാ ഇവളെ ബുക്ക് എടുത്തൊക്കെ എറിഞ്ഞാൻ ചോദിക്കുമ്പം ഇത് കേട്ട് യങ്സയും ചെറിയ ചമ്മലോടൊക്കെ അന്ന് ഇവൾക്ക് പകരം അവൾ സ്റ്റേജിൽ പോയതുണ്ടെന്ന് പറയും. കൂടാതെ വീണ്ടും ഇവൾക്ക് പകരം ഇവളല്ലേ ഈ തവണ സ്റ്റേജിൽ പോയെന്ന് പറഞ്ഞ ആ കാര്യമൊക്കെ പറയുമ്പം ഷീയാണ് എങ്കിൽ പിന്നെ ഇവളെ വിഷമിപ്പിച്ചിന് സോറി എന്ന് പറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് സത്യത്തിൽ ഷീലിംഗ് ഇഷ്ടമാണെന്ന് ചോദിക്കും. കാരണം എല്ലാ സമയത്തും അവനല്ലേ നിന്റെ കൂടെ ഉള്ളെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇത് കേട്ട് യങ്സയും പെട്ടെന്ന് അവനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവിടെ ഷീലിംഗും ആ സീനിയനോട് സംസാരിച്ച കാര്യം വെച്ച് നോക്കും. കാരണം അവളാണ് ഒരാൾ ഇഷ്ടമാണെങ്കിൽ വേറെ എന്തും കുറിച്ച് ആലോചിച്ച് സമയം വേസ്റ്റ് ചെയ്യാതെ ഈ ചാൻസ് യൂസ് ചെയ്ത് തന്നെ അവളോടുള്ള ഇഷ്ടം ഓപ്പൺ ആയിട്ട് പറയാൻ പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനിപ്പോ അവളായിട്ടുള്ള ഇഷ്ടം പറയാൻ വേണ്ടി തീരുമാനിക്കും. ഇതേപോലെ തന്നെ യങ്സയും അവസാനമായിട്ട് ഷീലിനെ മനസ്സിലാക്കിയിട്ട് അവളുടെ ഇഷ്ടം പറയാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നത്. അങ്ങനെ യങ്സയ്ക്ക് ഇപ്പൊ തിരിച്ച് അവനോട് ഇഷ്ടം വന്ന ഉടനെ രണ്ടുപേരും കൂടെ സെറ്റായി. അതിനുശേഷം ഇവര് കോളേജൊക്കെ പഠിച്ചിറങ്ങി ഒരു 9 വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത്. ഇവിടെ യങ്സയും ഷീ എല്ലാരും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഡയറക്ടർ യങ്സയെ വഴക്കുറയുമ്പം ഷീ അവളെ സപ്പോർട്ട് ചെയ്ത് അടുത്തേക്ക് വന്നിട്ട് കുറെ സംസാരിക്കുമ്പോൾ തന്നെ അങ്ങേര് ഇവർ രണ്ടുപേരും കൂടെ സിസ്റ്റേഴ്സാന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് യങ്സയെ വല്ല ജോലിയും ചെയ്യിപ്പിക്കാതെ അവൾക്കും കുറെ ബഹുമാനം കൊടുത്തോണ്ടിരിക്കും. അതിനേശം ഇവിടെ ഷീ വേറൊരു ഐഡിയലിന് ഇന്റർവ്യൂ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പം ഇത് കണ്ട് ഡയറക്ടറും യങ്സയുടെ സിസ്റ്ററിനെ കാണാൻ അടിപൊളിയാന്ന് പറഞ്ഞ് അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതേ കേട്ട് യങ്സയും പണ്ടത്തെ പോലെ തന്നെ ഇവൾക്ക് ഇപ്പോഴും ഷീ ഓർത്ത് അസൂയ വരുന്നുണ്ട്. പക്ഷെ അതുപോലെ വെച്ച് ഇവളിപ്പോ വിഷമിക്കുന്നില്ലെന്ന് അറിയാം. കാരണം ഇവളെ ഒരാൾ കാണാൻ ബ്യൂട്ടിഫുൾ ആന്നൊക്കെ പറഞ്ഞേക്കെ ആലോചിക്കും. അങ്ങനെ അത് വേറെ ആരുമില്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ഷീലിം പറഞ്ഞ ആ വാക്കുകളാണ് ഇപ്പോഴും അവളുടെ മനസ്സിലുള്ളത്. എന്നിട്ട് ഇവരുടെ സ്കൂൾ ആനിവേഴ്സറിക്ക് വീണ്ടും യങ്സയും ഷീയും കൂടെ അവിടെ ചെല്ലും. അപ്പോഴാണ് അവരുടെ കൂടെ തന്നെ PT സാറും മറ്റേ ടീച്ചറായിട്ട് അവിടേക്ക് വരും. അങ്ങനെ ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ കുട്ടികളായി. അപ്പോഴാണ് ഇവരൊക്കെ പ്രിൻസിപ്പളും വിളിച്ചോണ്ട് വന്നിട്ട് ആ സ്കൂൾ ഫുള്ളും ചുറ്റി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് യങ്സയും ഷീയും കൂടെ അവർ പഠിച്ച ക്ലാസ് റൂമിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറയുന്ന സാറാണ് ഇവളങ്ങ് അകത്തേക്ക് തള്ളിയിടും. അപ്പോഴാണ് ഇവളുടെ ക്ലാസ് ടീച്ചറും ഇതാരാ വന്നേക്കെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അവിടുത്തെ പിള്ളേരോട് ഇവളെ നിങ്ങളുടെ സീനിയർ യങ്സയാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അങ്ങനെ അതുകൊണ്ട് യങ്സയും കുറച്ച് ശരിയായിട്ടൊക്കെ ഇരിക്കുമ്പം ടീച്ചറാണ് ഇവള് നല്ലോണം പഠിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇവള് പഠിച്ച് ടോപ്പ് 100 കയറിയെന്ന് പറഞ്ഞ് അവളെ വെച്ച് പിള്ളേരെല്ലാം മോട്ടിവേറ്റ് ചെയ്യും. അതിനേശം ഇവളും കൂടെ സംസാരിക്കാൻ പറയുമ്പം അവളാണ് കാണിച്ചിട്ട് ഇവളത്രയ്ക്കും ബുദ്ധിയൊന്നുമില്ല, പക്ഷെ ഇവളെക്കാളും നല്ലോണം പഠിക്കുന്നതായിരിക്കും ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇവരെ കൊണ്ടും പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ അവരോടൊക്കെ പറയും. അതിനേശം ഇവളുടെ ടീച്ചറും യങ്സയെ നമ്മുടെ സ്കൂളിന് വേണ്ടി 1 ലക്ഷം ബുക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ പറയുമ്പം ഇവിടെ അവളാണ് അതൊക്കെ എപ്പോഴാന്ന് പറഞ്ഞ് ഇവളും ചെറിയ ഷോക്കിലൊക്കെ നോക്കും. കാരണം ചെയ്തത് ഇവളല്ല. അതിനേശം ഇവൾ ഒറ്റയ്ക്ക് ഇവള് പഠിച്ച സ്കൂളൊക്കെ ഒന്ന് കറങ്ങി നോക്കുമ്പം ഇവളുടെ പഴയ ക്ലാസ്മേറ്റ്സിന്റെ ഓർമ്മയൊക്കെ ഇങ്ങനെ വന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്ന ക്ലാസ് ലീഡർ ഇപ്പൊ എവിടെ ഉണ്ടെങ്കിലും ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന്. അങ്ങനെ ഇത് കേട്ട് അവളും ഇത് അന്നത്തെ പോലെ ജീഷയല്ലേ പറയുന്നതെന്ന് പറഞ്ഞ് അവൾ അപ്പൊ തന്നെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ജീഷ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ 9 വർഷത്തിൽ ഇപ്പോഴാണ് അവൾ അവനെ കാണുന്നത്. അപ്പോഴാണ് അവനും കണ്ടിട്ട് ഇപ്പൊ കുറെ എന്ന് പറഞ്ഞ് ഇവൻ എന്തുകൊണ്ടോ ഒറ്റയ്ക്ക് നിന്ന് വല്ലതും ചോദിക്കാൻ പോകണം ചോദിക്കുമ്പോൾ ഇവളും അവനെ കുറിച്ച് ഞാൻ ഇതിനെ തിരക്കുന്നത് എന്നിട്ട് അവൾ മൈൻഡ് ചെയ്യാത്തോലൊക്കെ ഇവനോട് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഷീയും ഇവനല്ലേ ആ 1 ലക്ഷം ബുക്ക് ഡൊണേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവനും അവനാ ചെയ്തെന്ന് പറയും. കാരണം ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ച ഓർമ്മയ്ക്ക് വേണ്ടി അവൻ എല്ലാവരുടെ പേരിലും ആ ബുക്സ് ഒക്കെ ഡൊണേറ്റ് ചെയ്തെന്ന് പറയും. അതിനേശം ഇവിടെ PT സാറിന്റെ സ്ഥാനത്ത് യങ്സയുടെ കസിനും ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവനെ കാണാൻ വേണ്ടി അവരൊക്കെ അവിടെ വരും. അപ്പോഴാണ് PT സാറും ഇവൻ പഠിപ്പിക്കുന്നൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അങ്ങേർ അത്രയൊന്നും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതേസമയം യങ്സയാണ് അവിടെ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന പയ്യന്മാരെ കണ്ടിട്ട് ഇവൾക്ക് ഷീലിങ്ങിന് ഓർമ്മ വരും. അതിനേശം പ്രിൻസിപ്പളും ഇവരൊക്കെ നല്ലോണം പഠിക്കാൻ വേണ്ടി അന്ന് അത്ര സ്ട്രിക്റ്റ് ആയിട്ടിരുന്നേന്ന് പറഞ്ഞ് അവരോടൊക്കെ സ്പീച്ച് കൊടുക്കുമ്പോൾ ഇത് കേട്ട് അവരെല്ലാരും കൂടെ അതൊക്കെ അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് സാറിനോടൊക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ യങ്സയും സാറ് കാരണം അവള് കുറച്ചെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ആയെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിൽ പറയും. അതിനേശം ഇവർ ഇവിടെ നിന്ന് പാർട്ടി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഷൗഷുങ്ങാണ് ഇവർക്ക് വീഡിയോ കോൾ ചെയ്യും. അപ്പോഴാണ് ഷീയും യങ്സയും കൂടെ ഇവളെന്താ വരാത്തെന്ന് പറഞ്ഞ് അവർ ചോദിക്കുമ്പം ഷൗഷുങ്ങും അവൾക്ക് ജോലി ആയിപ്പോയെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ അവൾ കുറെ മിസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഷൗഷം പെടുന്ന ഷീലിനെ കുറിച്ച് തിരക്കുമ്പം പെടുന്ന ജീഷാണ് ഇത് കേട്ടിട്ട് യങ്സയെ ഇപ്പൊ വിഷമിക്കായിരിക്കും പറഞ്ഞ് അവൻ അപ്പം തന്നെ ഷീലിനെ ഫോൺ വിളിച്ചിട്ട് ഇവൻ എന്തോ വരാൻ ഇത്ര ലേറ്റാന്നും ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി അവൻ ഇപ്പൊ വിളിച്ചു പറയും. അങ്ങനെ ഷീലിങ് അവൾ തമ്മിൽ സെറ്റ് ആയതിനു ശേഷം അവൻ അമേരിക്ക പോകുന്നുണ്ട്, അവര് ബ്രേക്കപ്പ് ചെയ്ത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പൊ യങ്സെ അവനെ കുറെ മിസ് ചെയ്ത് പാർട്ടിയെ കഴിഞ്ഞ് പുറത്തിങ്ങനെ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഓർമ്മയിൽ തന്നെ അവൾ ആ കേബിൾ റൈഡിൽ വീണ്ടും ചെല്ലും. കാരണം അന്ന് അവൾക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം ഇപ്പൊ പറയാൻ വേണ്ടി പോയതാ. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും ഷീലിങ് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വിളിച്ചു പോവും. അങ്ങനെ അതും പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഇവളെ പുറയുന്ന ആരാണ്ട് വിളിക്കും. അതിനേശം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണത്തില്ല. അപ്പോഴാണ് ഇവൾക്ക് ഓർമ്മ വരുന്നത് പണ്ട് തൊട്ട് ഇവളിങ്ങനെ പറ്റിക്കുന്ന ഷീലിംഗ് ആണെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവള് സങ്കടത്തി അവൻ തിരിച്ചു
അനീഷ ഒന്നെന്ന് പറഞ്ഞ് സന്തോഷത്തെ അവനെ തിരിഞ്ഞു നോക്കുമ്പം അവന് ഇവളെ നോക്കി ഇമോഷണലായി. അപ്പൊ തന്നെ അവൾ ഹഗ് ചെയ്യും. അങ്ങനെ ഇവർ തമ്മിൽ അവസാനമായിട്ട് ഇപ്പൊ ഒന്ന് വരുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവർ ഫ്രണ്ട്സ് എല്ലാരും കൂടെ അത് കണ്ട് സന്തോഷിച്ചിരിക്കും. അപ്പോഴാണ് പെടുന്ന ഷീലിങ്ങും ഇവരൊക്കെ ഒന്നുകൊണ്ട് യങ്സെ നാണിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവളെയും വിളിച്ചോണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ സീനോടെ നമ്മൾ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആരാണ് ഇഷ്ടപ്പെടുന്ന കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ വേറൊരു പുതിയ ഡ്രാമയിൽ കാണാം.总会找到